ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മോളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഷോപ്പിംഗ് വ്ലോഗാണ്. ഇന്ന് എന്തൊക്കെയാണ് ഞങ്ങൾ മോൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് മോളുടെ ബർത്ത്ഡേക്ക് വാങ്ങാൻ പോകുന്നതെന്നും ഈ വീഡിയോയിലുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കണേ. അങ്ങനെ ഞങ്ങൾ ആദ്യം അവൾക്കൊരു ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഗോൾഡ് എന്താന്നുള്ളത് ഇതിൽ കാണിക്കുന്നില്ല. 2-3 സാധനങ്ങൾ നോക്കുന്നുണ്ട്, അതായിട്ട് കാണിക്കുന്നുള്ളൂ. എന്താന്നുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണട്ടോ. ഇതിൽ പറയുന്നില്ല, കാരണം അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വ്ളോഗൊക്കെ ഇനി വരാണ്ട്. അപ്പൊ അതിൽ കാണിക്കട്ടോ എന്താ ഓൾക്ക് എടുത്തത് എന്നൊക്കെ. ഇത് ഞങ്ങള് എന്തൊക്കെയാണ് അവിടെ ഓളിട്ട് നോക്കുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഇട്ടാ കാണിക്കണത്. അവിടെ എത്തിയപ്പോ പിന്നെ ഓൾക്ക് കമ്മല് വേണം എന്നാട്ടെ പറയണത്. ഇമ്മച്ചിന്റെ പോലെ എനിക്ക് ഇവിടെ കുത്തണം അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് കേട്ടോ. ഓൾക്ക് കാത് കുത്തിയിട്ടില്ല കേട്ടോ. അതിനി എന്നാന്നറിയില്ല, ഇൻഷാ അല്ലാഹ് എന്നെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തണം. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ. ഓൾക്ക് വേദനിക്കോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ കുത്താത്തത്. അതുകൊണ്ട് അങ്ങനെ നീട്ടി കൊണ്ടുപോകണം. ഓൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ കുത്തുന്നതൊക്കെ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ. പിന്നെ ഓൾക്കുള്ള പണിയെന്ന് പറഞ്ഞാല് അവിടുന്ന് കിട്ടുന്ന ബലൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ വണ്ടിയിൽ. അത് കളിച്ചു നോക്കും വേണല്ലോ, ഒരു സമയം പോക്ക് ആണല്ലോ. അങ്ങനത്തെ ഒക്കെ ഓരോന്നാണ്. പിന്നെ ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഇട്ട് കൊടുക്കൂല കേട്ടോ. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ കരുതും വണ്ടിയിൽ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുസ്തകം പേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാക്കാരല്ലോ, ഒരു മുടിപ്പേക്കാരം. പിന്നെ ഓക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ ഓളവിടെ നിന്നോളൂ കേട്ടോ. അവൾക്കുള്ള ഡ്രസ്സ് നോക്കാനാട്ടോ പിന്നെ പോയത്. ഓൾക്ക് പിന്നെ നമ്മൾ എടുക്കുന്നത് എന്നല്ല, ഓൾ ആ ഷോപ്പിലൂടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാകും. പിന്നെ അതന്നെയാണ് കേട്ടോ ഓൾ എടുക്കുള്ളൂ. പിന്നെ നമ്മൾ എത്ര എടുത്ത് കൊടുത്താലും അതൊക്കെ പിന്നെ വെറുതെ ആവും ചിലപ്പെങ്കിലും. ഓൾക്ക് പിന്നെ ഓളൊരു വേറൊരു തരം ആളാണ്. കാരണം എന്താ വെച്ചാല് ഓളെന്താ പറയണോ അതന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്താല് പിന്നെ ഓൾക്കും നമുക്കും കാര്യമുള്ളൂ. കാരണം നമ്മളെ ബർത്ത്ഡേ അല്ലേ, അങ്ങനത്തെ പരിപാടികളല്ലേ എന്ന് വിചാരിച്ചുകാണ്ട് എന്താണ് വലിയ പാർട്ടി വേറെ ഡ്രസ്സൊക്കെ എടുത്താല് ഓൾ അത് അന്ന് പോലും ഇടൂല. അങ്ങനത്തെ ഒരു തരാട്ടോ. ഭയങ്കര ചൂടാണ്, അത് കുത്താണ് അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. സിമ്പിൾ ആയിട്ട് എന്നാ ഓക്കെ എല്ലാം വേണം, കറങ്ങും വേണം അങ്ങനെയൊക്കെ വേണം കേട്ടോ. കറങ്ങിയൊക്കെ നോക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കണ്ണാടിയിലൊക്കെ പോയി നോക്കിയിട്ട് കറങ്ങി നോക്കിയിട്ട് പറയണേ ഇത് കറങ്ങുന്നില്ലല്ലോ, എനിക്ക് ഇതിലും കറങ്ങണത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല ഫാൻസി ഡ്രസ്സ് കാണിച്ചു കൊടുക്കുമ്പോ ഓള് പറയും ഇതൊന്നും അല്ല, ഓളിട്ട ഡ്രസ്സ് കുത്താനും പാടില്ല, എന്നാ ഓക്ക് കറങ്ങും വേണം. അങ്ങനെയൊക്കെ ഒരുപാട് ടൈം ആവട്ടോ ഓളും കൊണ്ട് പോയാല്. പിന്നെന്ന് പറഞ്ഞാൽ ഓള് എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കണത് തന്നെ ഓളെന്താണോ വിചാരിച്ചത് അതന്നെ എടുത്ത് കൊടുക്കാനാണ് നോക്കല്. നമ്മൾ വിചാരിച്ചത് എടുത്താല് പിന്നെ അന്ന് ഇട്ടിട്ട് അന്ന് തന്നെ ഓള് കരഞ്ഞുകൊണ്ടാവും ഇടുക. പിന്നെ നമ്മള് പിന്നെ അത് ഓക്ക് കൊട്ട് കൊടുക്കാനും പറ്റൂല, ഓള് ഇടൂല, അങ്ങനെയാവും. പിന്നെ ഓളെന്താണോ വിചാരിക്കണത് അതന്നെ ആയിട്ട് അവിടുന്ന് എടുക്കണത് കൊണ്ടുപോകും. വണ്ടി ഫോണൊക്കെ കൊണ്ടുപോകും. ബാഗ് ഇട്ടാണ്ട് കൊണ്ട ആ പോലീസുകാർ എടുത്തൊക്കെ അല്ലെങ്കിൽ പോയി അപ്പൊ ഫോൺ ഉണ്ടാവില്ല, പിന്നെ ക്യാമറ കേസ് ഒന്നും പറയാണ്ടാവില്ല. ഡ്രസ്സിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു കേട്ടോ. പോന്നപ്പോ ഓള് പറയണേ എനിക്ക് കുറച്ചേരം ഒന്ന് ഫോണ് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഇട്ടിട്ട് ഞാൻ അവിടെ തന്നെ വെക്കും, പപ്പക്ക് തന്നെ തരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഒരു ക്ലിപ്പ് എടുത്തതാട്ടോ. പിന്നെ അടുത്തതായിട്ട് പിന്നെ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാ പോയത്. ചെരുപ്പ് നോക്കുമ്പോഴും ഇതന്നെയാണ് അവസ്ഥ. ഒക്കെ പാടുന്നതൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. എന്താണ് ചിലപ്പെങ്കിൽ ഈലുള്ള ചെരുപ്പുകളേക്കാരം മോക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാവും, അല്ലെങ്കിൽ ഇത്
അങ്ങനത്തെ ഒരു ഇതിലിങ്ങനെ ഒരു ചെരുപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ പോവുകയാണ്. അവിടെ ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം പോക്കിനുള്ള കാര്യമാണല്ലോ. ഒരുപാട് ടൈം ആകും കേട്ടോ. ഓരോരോ കടയിലും ഒരു മണിക്കൂറുകളാകും ഓക്ക് വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട് ഓർക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഒക്കെ എടുക്കുമ്പോൾ അത്ര സമയം കിട്ടും. അങ്ങനെ ചെരുപ്പ് എടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ് നോക്കിയത്. നടന്ന റൂമോളെ നടന്ന ഞാൻ ഇതാണ് അവർക്ക് പാകം. ഇത് റൂമോളെ ഏതാ വേണ്ടത്? ബ്ലാക്ക് ഇതാ വണ്ടി ഏതാ വണ്ടി? ചെരുപ്പ് എടുക്കാനാണ് കയറിയതെങ്കിലും ഞങ്ങളെ കണ്ണ് പോവുക ചെരുപ്പുമക്ക് മാത്രല്ല കേട്ടോ, അവിടെയുള്ള എല്ലാ സാധനത്തുമൊക്കെ ആകും കണ്ണ് പോവുക. പിന്നെ ചെരുപ്പ് ഇടണന്നെ ഉണ്ടാകുള്ളൂ. ശ്രദ്ധ ഫുള്ള് ഓക്ക് അവിടെയുള്ള വേറെ സാധനങ്ങൾ വേണമെന്നുള്ളതാവും കേട്ടോ. നിങ്ങളൊക്കെ മക്കൾ അങ്ങനെ തന്നെയല്ലേ? എല്ലാ മക്കളും അങ്ങനെ തന്നെ ആവൂലേ? കാരണം നമ്മളൊരു ഷോപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണല്ലോ ഓല് നോക്കുക. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ ഷോപ്പിംഗ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.